ആ ഒരു ഫുഡ് ബ്ലോഗറിനോട് എന്താണ് പറയാനുള്ളത്? പൈസയൊക്കെ മേടിച്ച് ന്യായമായിട്ടുള്ള കാര്യമൊക്കെ പറയാം, പക്ഷെ മനുഷ്യനിങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നതും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ഒരു സാധനം ഒത്തന്റിക് ആണ് അല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വെറുതെ വ്യൂസ് കിട്ടാൻ വേണ്ടി എല്ലാം ഒത്തന്റിക് ആണെന്ന് പറഞ്ഞ് വെറുതെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ചെയ്യരുത്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിവാൻഡ്രം ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇങ്ങനെ റാൻഡമായിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫുഡ് ബ്ലോഗ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല ആ ഫുഡ് ബ്ലോഗർ പറയുന്നത് അടിപൊളി ഫുഡ് സ്പോട്ടാണ്, അടിപൊളി ഫുഡാണ് അവിടെ കിട്ടുന്നതെന്ന്. എന്നാൽ പിന്നെ ഒരു ഫുഡി ആയിട്ടുള്ള ഞാൻ അവിടെ പോയി ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ പോലെയല്ലേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോൾ ആ ഫുഡ് ബ്ലോഗിൽ പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടും വിപരീതമായിട്ടുമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത്. അതായത് വെറും കൂറ ഫുഡായിരുന്നു. അപ്പോൾ എനിക്ക് മാത്രമാണോ ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്? ഞാനിപ്പോൾ കനകക്കുന്നിലാണ് നിൽക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെയുള്ള ആൾക്കാരോട് ഓടി നടന്നൊന്ന് ചോദിച്ചു നോക്കാം, എനിക്ക് മാത്രമാണോ ഇതുപോലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്, അതോ മറ്റുള്ള ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന്. സോ കൂടുതൽ ഞാൻ പറയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ഫുഡ് ബ്ലോഗൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. അത്യാവശ്യം കാണാറുണ്ട്, ചിലതൊക്കെ കാണാറുണ്ട്. ഞാനും കാണാറുണ്ട്. കുറച്ച് അത്ര അങ്ങോട്ടില്ല, എന്നാലും കാണാറുണ്ട്. വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സജസ്റ്റ് ചെയ്ത് തരാറുണ്ടല്ലേ? കാണാറുണ്ട്. സ്ഥിരം ഹോബിയാണ് നോക്കാം ഫുഡ് ബ്ലോഗ്. കാണാറുണ്ട്. ഈ ഫുഡ് ബ്ലോഗ് കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടോ? അതായത് ആ ബ്ലോഗേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോകാറുണ്ടോ? പോയിട്ടുണ്ട്. ഒരുപാട് പോയിട്ടുണ്ട്. അങ്ങനെയില്ല, വല്ലപ്പോഴും റെസ്റ്റോറന്റ് വഴി പോവാണെന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളോ? പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷെ പോകാറില്ല. അതെന്താ പ്ലാൻ ചെയ്തിട്ട് പോവാത്തത്? മീൻസ് ബിസി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചേക്കും, നടക്കാറില്ല. ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. കഴിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ബ്രോ ഫുഡ് ചെയ്യണമെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അങ്ങനെ ഫുഡ് ബ്ലോഗർമാരുടെ ഫുഡ് ബ്ലോഗ് കണ്ട് ഫുഡ് കഴിക്കാൻ പോയിട്ട് 8ന്റെ പണി കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതേ കിട്ടുന്നുള്ളൂ. എന്താണ് കിട്ടിയിട്ടുള്ളതെന്ന് പറയാമോ? പ്രതീക്ഷ അവര് വീഡിയോ ഇടുമ്പോൾ ഭയങ്കര ഹൈപ്പിലൊക്കെ ഇടുമല്ലോ, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും, ഭയങ്കര ബഡ്ജറ്റ് ആയിരിക്കും. ബഡ്ജറ്റ് പിന്നെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് കിട്ടുമ്പോൾ ലൈക്ക് നമ്മൾ അതിന് വേണ്ടി തപ്പി പോയിട്ട് നമ്മൾ ഗ്രൂപ്പായിട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾ മൂന്ന് ഒരുമിച്ച് പോയിട്ടാണ് ഈ പണി കിട്ടിയത്? അതായത് എപ്പോഴും തന്നെയാണ് പണി കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിട്ടാണ്. എന്താണ് പറയൂ. റെസ്റ്റോറന്റിന്റെ പേരൊന്നും പറയണ്ട. അല്ല, റെസ്റ്റോറന്റിന്റെ പേരില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഇന്ന റെസ്റ്റോറന്റ് ഇന്ന വീഡിയോ കണ്ടിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം പോകുമ്പോ അവിടെ പോവാം ലൈക്ക് പ്ലാൻ ചെയ്ത് പോകത്തില്ലേ. പ്ലാൻ ചെയ്ത് പോയിട്ട് അവിടെ ചെന്ന് ഫുൾ പണി കിട്ടിയിരിക്കുമ്പോ അങ്ങനെ നമ്മൾ ഈ ഓഫേഴ്സ് ഒക്കെ കണ്ടിട്ട് പോകുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല. ചിലപ്പോൾ അവർ പറയും ഇപ്പോൾ അവൈലബിൾ അല്ല, പിന്നെ ഒരു ദിവസം ഞാൻ ഡ്രീം കേക്ക് മറ്റേ 100 രൂപയുടെ ഇവിടെ അത് നോക്കി ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ പോയിന്റ് അന്ന് ഇന്നില്ല, നാളെ വരും. ഓക്കെ, അങ്ങനെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഒരു കോണ്ടിനെന്റൽ ഡിഷായിരുന്നു. പോയി എനിക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചു, പക്ഷെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കുത്തിയിരുന്ന് തിന്നേണ്ടി വന്നു. എന്നിട്ട് അവരെൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട്, ഞാൻ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയേണ്ടി വന്നു. വലുതായിട്ടൊരു അനുഭവം ഇല്ല, പക്ഷെ എന്നാലും ഒരു പ്രാവശ്യം ചിക്കൻ ഇതേപോലെ ഒരു തട്ട് അങ്ങനെ കഴിക്കാൻ പോയപ്പോൾ ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. എന്താണ് പറയൂ. അവര് ഹോട്ടലിന്റെ പേരൊന്നും പറയുന്നില്ല, ഭയങ്കര ഹൈ റിവ്യൂ ഉള്ള ഹോട്ടലിൽ കഴിക്കാൻ പോയിട്ട് അവിടെ കൈ കഴിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര മോശം. ലൈക്ക് 10 minutes അടുത്തൂടെ പോയിട്ടില്ല, അതൊരു ഹോട്ടലായിരുന്നു. അപ്പൊ തന്നെ ഇറങ്ങി. അപ്പൊ റിവ്യൂ കണ്ടിട്ട് ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആയി പോകും. ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടില്ല. പോയത് കൊള്ളായിരുന്നു. ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട്, അനുഭവം ഉണ്ട്. എന്താണ് അനുഭവം പറയൂ. അത് ഞാൻ ഒരിക്കൽ ഒരു വ്ളോഗറിന്റെ വീഡിയോ കണ്ട് ഞാൻ പോയി. വ്ളോഗറിന്റെ പേരൊന്നും പറയണ്ട. ഇല്ല അത് ഓക്കെ. പോയി ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഇതുപോലെ ഇഷ്ടമായില്ലാന്ന്. അപ്പോൾ പോട്ടെ, സാരമില്ല. അത് കഴിഞ്ഞൊരു ബില്ല് വന്ന്. അയ്യോ, ഞാൻ വ്ളോഗിൽ കണ്ടത് വളരെ ചീപ്പ് ബഡ്ജറ്റിന് കിട്ടും എന്നൊക്കെയായിരുന്നു. അവസാനം പൈസ ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വന്നു. ഇഷ്ടമായില്ല. കിട്ടിയിട്ടുണ്ട്. ആ ചിരി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവർ എക്സ്പീരിയൻസ് ഒന്ന് പറയോ? അത് കുറച്ചാൾ മുന്നേ, ഓർമ്മയില്ലേ, കൊച്ചിയിലെ ഒരു റെസ്റ്റോറന്റ് ബിരിയാണി എന്തോ കഴിക്കാൻ പോയത്. അന്ന് ഞങ്ങൾ ചെന്നപ്പോഴും ബിരിയാണി തീർന്ന ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അത് വാങ്ങിച്ച് കഴിച്ച്, പക്ഷെ പോരായിരുന്നു. പക്ഷെ ആ ഫുഡ് ബ്ലോഗർ പറഞ്ഞത് അടിപൊളിയെന്നാണ് പറഞ്ഞത്. അതെ, ഫ്ലോപ്പ് ആയിരുന്നു. സെയിം തന്നെ. രണ്ടുപേരും ഒരുമിച്ചാണ് പോണത്. നമ്മളിന്ന് കണ്ട എല്ലാവരും ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടാതിരിക്കത്തില്ലല്ലോ.
കിട്ടിയിട്ടുണ്ട്. ആ അനുഭവം ഒന്ന് പറയാമോ? അത് നമ്മൾ വലിയ പരസ്യം കണ്ട് ഞങ്ങൾ പോയതാ. ഞങ്ങളുടെ അടുത്ത് തന്നെ സ്ഥലവും ഞങ്ങൾ വ്ലോഗിന്റെ കാര്യങ്ങളൊന്നും പറയത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് ചെന്ന് കയറിയപ്പോഴാണ് അവിടുത്തെ ജസ്റ്റ് ഒരു സാമ്പിൾ നോക്കാൻ പോയപ്പോൾ തന്നെ ജസ്റ്റ് ഒരു പണി കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ഫുഡ് മേടിച്ച് തന്ന് വായിക്ക് വെക്കാൻ കൊള്ളത്തില്ല ഒന്നാമത്തെ കാര്യം. ഒരു പരസ്യം കിട്ടപ്പം ഭയങ്കര ഇതായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾക്കും ഒരുമിച്ചാണല്ലേ പോയത്? ലൈക്ക് ഫുഡ് പോയ്സണോ കാര്യം അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവിടെ പോയിട്ട് ഭയങ്കര മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് ഫുഡ് ബ്ലോഗർ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ അവിടെ പോയപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് ഈ ഏറ്റവും കൂടുതൽ ഷവർമ എന്നൊക്കെ പറഞ്ഞു. ഞാൻ മറ്റേ പുറത്ത് പഠിച്ച ആളാണ്. ഓക്കെ, ഷവർമ ഒത്തറ്റിക് ഷവർമ എന്ന് പോയിട്ട് ഒരു ഒത്തറ്റിക്കും അല്ല, ഒരു തേങ്ങയില്ലാത്ത ഷവർമയ്ക്കാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ചില ഫുഡ് വ്ളോഗേഴ്സ് റെസ്റ്റോറൻറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അവരുടെ റെസ്റ്റോറൻറ്റ്സിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ഓർഡർ വരെ തെറ്റിച്ചെടുത്ത ഫുഡ് വ്ളോഗേഴ്സിന്റെ റെസ്റ്റോറൻറ്റ്സ് അവർ കുറെ കാലം വ്ളോഗ് ചെയ്തിട്ട് പിന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതാണ് കൂടുതൽ ട്രൈ ചെയ്യാൻ പോകാറുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ഇവർ ഭയങ്കര മോശം ഫുഡാണ്. അപ്പോൾ അവർ ഇത്രയും കാലം ഫുഡ് മോശമാണെന്ന് ബാക്കിയുള്ള പറഞ്ഞ് ഇവർ കൊടുക്കുന്ന ഫുഡ് എന്ന് വെച്ചാൽ ഒരു ബിലോ ആവറേജ് ഫുഡാണ് അവർ കൊടുക്കുന്നത്. പിന്നെ ഫുഡ് ഓർഡർ തെറ്റിച്ചെടുക്കുക, അങ്ങനെ ഒരു ക്ലെൻലിനെസ് പോലും ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതോ ഒരു പർട്ടിക്കുലർ ഫുഡ് വ്ളോഗറിന്റെ വ്ളോഗ് കണ്ടിട്ടാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയത്. ആ ഒരു ഫുഡ് വ്ളോഗർ ഈ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫുഡ് വ്ളോഗറിനോട് എന്താണ് പറയാനുള്ളത്? പറ്റിക്കരുതെന്ന് സഹതാപമാണ്. ഫുഡിന്റെ കാര്യം പറഞ്ഞെങ്കിലും പറ്റിക്കരുത്. ഷൗട്ട് ഔട്ട് ചെയ്യില്ല ഞാൻ ഏതാണ് പേജ് എന്നൊന്നും, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. എന്നാൽ അവരോട് എന്താ പറയാനുള്ളത്? ഇത് വേണ്ടായിരുന്നു, മേലാൽ ഇങ്ങനെ ചതിക്കരുതെന്ന്. ഇവിടെ സത്യം മാത്രം പറയാം. പൈസ മേടിച്ച് കള്ളം പറയരുതെന്ന്. അതെ, പൈസയൊക്കെ മേടിച്ച് ന്യായമായിട്ടുള്ള കാര്യമൊക്കെ പറയാം. പക്ഷെ മനുഷ്യനിങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നതും എനിക്ക് വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല രസമായിരുന്നു, അടിപൊളി. ഇനി മേലാൽ ഇതുപോലുള്ള കണ്ടന്റ് ചെയ്യരുതെന്ന്. അങ്ങനെ തന്നെ. ഇനിയും ഇതുപോലെ ഒരുപാട് ആൾക്കാരെ പറ്റിക്കണമെന്ന്. വ്ളോഗറിനോട് പറയാനുള്ളത്, റിവ്യൂ ഒക്കെ ചെയ്യുമ്പം ആ ഭാഷേരിയും ആ ഭാഗങ്ങളും കൂടെ റിവ്യൂവിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആൾക്കാർ അതൊക്കെ കണ്ടിട്ട് അവിടെ പോകും. പൊതുവായിട്ടുള്ള അഭിപ്രായം പറയാം, പേഴ്സണൽ അഭിപ്രായം പറയാതിരിക്കാം. എന്റെ പേഴ്സണൽ അഭിപ്രായം അത്. അങ്ങനെയല്ല, റിവ്യൂസിനോട് അവരോട് പറയാം. റിവ്യൂസിനോട് എന്റെ പേഴ്സണൽ അഭിപ്രായം വെച്ചാൽ ആ ഹോട്ടലിൽ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ ഫുഡിന്റെ മാത്രം കാണിക്കുന്നതിന് ആ ഹോട്ടലിന്റെ ഇന്റീരിയറും കൂടെ കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ക്ലീൻനെസ് ഒക്കെ കുറച്ച് നന്നായിട്ട് നോക്കുന്ന ആൾക്കാർക്ക് അത് നോക്കിയിട്ട് പോകാൻ പറ്റും. ജസ്റ്റ് ഫുഡിന്റെ ടേസ്റ്റ് മാത്രം നോക്കി പോകുന്നവർക്കാണെങ്കിൽ പോയിരിക്കും. ബട്ട് ഐ പ്രിഫർ ക്ലീൻനെസ് ഓവർ ടേസ്റ്റ്. യെസ്, ഞാനങ്ങനെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ എനിക്ക് പറ്റൂല. ചിലപ്പം ആ വ്ളോഗർ പോയ സമയത്ത് ഫുഡ് പുള്ളിക്കാരന് ഇഷ്ടമായി കാണാം. അത് സത്യമാണ് കേട്ടോ. കാരണം ആ ഒരു ഫുഡ് വ്ളോഗർ പോകുന്ന സമയത്ത് മാത്രം ചിലപ്പോൾ നല്ല ഫുഡ് കൊടുക്കുകയും, കാരണം ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ വരുന്നതല്ലേ, ബാക്കി കസ്റ്റമേഴ്സ് വരുമ്പോൾ മോശം ഫുഡ് കൊടുക്കുന്നത് റെസ്റ്റോറന്റിന്റെ ഭാഗത്തുള്ള തെറ്റാണ്. അതെ അതാണ്. ഷെഫ് മാറിയതാവാം, അങ്ങനെയുള്ള ഇഷ്യൂസ് വരാമല്ലോ. അപ്പം പൂർണ്ണമായിട്ട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഫുള്ളി. എന്നാലും അവരോട് നമുക്ക് പറയാം, ഈ പറഞ്ഞതുപോലെ 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ വീഡിയോസ് ചെയ്യാം. അത് അവരുടെ ഉത്തരവാദിത്വമാണ്. പ്രൊമോഷന്റെ പേരിൽ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കരുത്, അത്രേ പറയാനുള്ളൂ. ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്കും ഇതിനകത്ത് ഒരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്കും ഇതുപോലുള്ള ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സ് വിശാലമായിട്ട് കിടപ്പുണ്ട്, കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. മാത്രമല്ല, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും, നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സൈഡിലൊരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട്, അതിനാണ്ട് ഇങ്ങനെ ഇടിച്ചും പൊട്ടിക്കണം.